നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സിതാര മോഹൻ. സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഇതൊരു റിയാലിറ്റിയാണ്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ഇത് വേറെ ഒന്നുമല്ല, ഞാൻ ഒരുപാട് പേരെ കൗൺസിലിംഗ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്. ഇത് അതിനെക്കുറിച്ചാണ് കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ കൗൺസിലിങ്ങിൽ നമ്മൾ 1-to-1 സെക്ഷൻ കൗൺസിലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ സംസാരിക്കുമ്പം ഭൂരിഭാഗം പേർക്കും ദുരിതം, രോഗം, കടം, ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇങ്ങനെയുള്ളതൊക്കെ ഒരുപാട്. അപ്പോൾ ഇവർക്കെന്ന് വെച്ചാൽ ഒന്ന് കഴിയുമ്പോൾ ഒരു പ്രശ്നം കഴിയുമ്പോൾ ഒരു പ്രശ്നം പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. ഇതിനൊരു സ്വസ്ഥത വേണ്ടേ, ഒരു ഗ്യാപ്പില്ല. ഞാൻ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചു, ഇവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ഒരു വ്യക്തി ആരുടെയും പേരെടുത്ത് പറയില്ല, കാരണം അവർ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് ഹേർട്ടാവരുത്, ഫീലാവരുത്, ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ എവിടെയും തൊടാതെ പറയാൻ നോക്കില്ല, അതേ പറയുള്ളൂ. അവർക്ക് മനസ്സിലാവും. നമ്മൾ ചിലരോട് പറഞ്ഞാലും ഇത് നിങ്ങൾ ടെക്നിക്കാണ്, എല്ലാവർക്കും ടെക്നിക്കാണ് വേണ്ടത്, ടെക്നിക്ക് മാത്രം. അതിപ്പോൾ നമ്മളെ ചാനലിൽ നോക്കി അറിയാം, ഈ ടെക്നിക്കിൻ്റെ വീഡിയോസിനാണ് ഒരുപാട് പേര് വ്യൂസ് വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ ടോപ്പിക്കുള്ളതിന് വ്യൂസില്ല. കാരണം എന്താ വെച്ചാൽ അതൊന്നും ആർക്കും അറിയണ്ട, ടെക്നിക്ക് മാത്രം. അതറിയാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ടെക്നിക്ക് മാത്രം നിങ്ങളെ രക്ഷിക്കില്ല, മനസ്സിലാക്കുക. ടെക്നിക്ക് ആദ്യം മുതൽ നമുക്ക് ബേസായിട്ടൊരു കാര്യം എന്തിനും വേണമല്ലോ മനസ്സിലാവാൻ. അതിനാണ് ആദ്യമേ അത് പറയുന്നത്. അതിൽ തന്നെ പിടിച്ച് നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഒന്നിനു പുറകെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. എന്തൊക്കെ ടെക്നിക്ക് ചെയ്താലും കാര്യങ്ങൾ ചെയ്താലും ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അത് ചോദിക്കും, ഇന്നലത്തെ പ്രാക്ടീസ് ചെയ്തിരുന്നോ? അത് മാം ഇന്നലെ ചെയ്യാൻ സമയം കിട്ടിയില്ല, ഇന്നലെ എനിക്ക് കുറച്ച് തിരക്കായിപ്പോയി, അല്ലെങ്കിൽ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ നാളെ ചെയ്യാം. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, സഹതാപം തോന്നും. കാരണം എന്താണെന്ന് പറയുമ്പോൾ അത്രേ പ്രയോറിറ്റി കൊടുക്കുന്നുള്ളൂ, പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒന്നൊഴിയാതെ ഒന്നിനു പുറകെ ഓരോ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ ആത്മാവ് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട്. മനസ്സിലായോ? അതിന് വേണ്ടത് കിട്ടുന്നില്ല. അതിന് വേണ്ടത് കിട്ടാത്തത് കൊണ്ടാണ് അത് നിങ്ങളെക്കൊണ്ട് പല കളികളും കളിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ കൊടുക്കുന്നത്? ശരീരത്തിന് വ്യായാമം, ഭക്ഷണമൊക്കെ ഉണ്ട്, ഓക്കെ. മനസ്സിന്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒരു തലത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അവിടേക്കൊന്നും കടന്നു ചെല്ലുന്നില്ല. ഈ ഒരു ലെയർ തന്നെ തലം തന്നെ നമ്മൾ ചെയ്യുന്നില്ല. അത് വേറെ കാര്യം അല്ലേ? അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളോട് ചോദിക്കുക. നിങ്ങളോട് തന്നെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒന്നിനു പുറകെ ഓരോ പ്രശ്നങ്ങളിങ്ങനെ വരുന്നത്. ഇപ്പോൾ അവരോട് നമ്മൾ കൗൺസിലിങ്ങിൻ്റെ ടൈമിൽ അങ്ങോട്ട് പറയുകയാണെങ്കിൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടല്ല, അത് ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഇങ്ങനെ എന്തുകൊണ്ടായത്? അപ്പോൾ പറയാം അത് അങ്ങനെ ആയതുകൊണ്ടാണ്. അങ്ങനെ എന്തുകൊണ്ടായത്? നമ്മൾ ഒരു പ്രശ്നം, നമ്മളല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടല്ലോ, അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട മരുന്ന് ചെയ്യും. പക്ഷേ അത് വീണ്ടും വരാതിരിക്കാനുള്ള യാതൊരു കാര്യവും ആർക്കും ഇവിടെ പറഞ്ഞു കൊടുക്കുന്നില്ല. ഉണ്ടോ? സത്യസന്ധമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞു കൊടുത്താൽ പിന്നെ ലോകം എങ്ങനെയാണ് പോവുക അല്ലേ? നമ്മുടെ സമൂഹം എങ്ങനെയാണ് പോവുക? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾ വ്യക്തമായി ചെയ്യേണ്ട കാര്യങ്ങളും പ്രാക്ടീസുകളും ഇന്നർ വർക്കുകളും ഒക്കെ മൈൻഡ് റീപ്രോഗ്രാമിങ് നടക്കാതെ, അത് നടന്നുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ചെയ്ത കർമ്മ, നമ്മുടെ വൈബ്രേഷണൽ എനർജി, പാസ്റ്റ് ട്രോമ,
പാസ്റ്റിലാണ് ഒരുപാട് ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നത്, പാസ്റ്റുകൾ. ഇതിന്നൊന്നൊരു മോക്ഷം എന്ന് പറയാം, മോക്ഷം കിട്ടാതെ നമുക്ക് ഒന്നും സാധ്യമല്ല. മനസ്സിലായോ? അപ്പോൾ എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്, ടെക്നിക്ക് മാത്രം ചെയ്തിട്ട് നിങ്ങൾ സമയം കളയരുത്. ടെക്നിക്ക് എങ്ങനെ ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ളത് നിങ്ങൾ വിശാലമായി പഠിച്ചതിന് ശേഷം മാത്രം പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടൂ. ഇത്രയും നാളും ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുന്നതല്ലാണ്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ നിങ്ങൾ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇറങ്ങുക, നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടുപിടിച്ച് അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൊരു സൊല്യൂഷൻ. എങ്കിലേ ഈ ജന്മത്തിലെങ്കിലും നമുക്ക് സ്വസ്ഥമായി ഹാപ്പിയായി നല്ല ആരോഗ്യത്തോടെയും മാനസികാരോഗ്യത്തോടെയും ഒരു ജീവിതം, എല്ലാ സൗകര്യങ്ങളോടും കൂടി നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റണമെങ്കിൽ യൂസ് യുവർ മൈൻഡ് പവർ ആൻഡ് യൂസ് യുവർ വൈബ്രേഷണൽ ഫ്രീക്വൻസി. അപ്പോൾ അതെങ്ങനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്തിനെ തള്ളണം, എന്തിനെ കൊള്ളണം എന്നുള്ളതൊക്കെ അറിയാൻ, പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, 21 ദിവസത്തെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇത്രയേ പറയാനുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അതിനുള്ള റീപ്ലൈയും കാര്യങ്ങളൊക്കെ തരാം. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സമയമുണ്ട്. ആ സമയം നമ്മളിലേക്ക് വരികയും ചെയ്യും. പക്ഷെ അതിന് കണ്ടറിഞ്ഞ് സെൻസ് ചെയ്ത് ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ലൈഫിൽ നിലനിന്ന് പോകാൻ പറ്റൂ. അല്ലാത്തവർ എക്കാലവും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അല്ലേ? ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്, നിങ്ങളുടെ അനുഭവങ്ങൾ, ലൈഫ് എക്സ്പീരിയൻസുകളൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. ഇതിന് പല കാര്യങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. അതിപ്പോൾ വ്യക്തികളാവാം, ഞാൻ പറഞ്ഞ പോലെ പാസ്റ്റുകളാവാം, നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻ്റ് ആവാം. ഇതൊക്കെ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും. ഇതൊരു ന്യൂറോ സയൻസാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലൈഫിൽ മാറ്റം ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഈ പ്രാക്ടീസിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, താല്പര്യമുള്ളവർ ഇവിടെ കാണുന്ന ഈ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അതിൻ്റെ റീപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.